ഓക്കെ, വെൽക്കം. ഇത് വീഡിയോ നമ്പർ 10 ആണ്, ഇഷ്യൂ ഓഫ് ഷെയറിൻ്റെ. ഇത് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. വീഡിയോ നമ്പർ 9ൽ നമ്മൾ പറഞ്ഞ തിങ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുക. ഞാൻ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് പറയാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മറന്നതാണ്. സോ അത് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 8. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. കേരള ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 8 lakh ആണ്. സോ ഷെയറിൻ്റെ എണ്ണം അവിടെ തന്നിട്ടുണ്ട്. 8000 ഷെയർ 100 രൂപ. 5000 ഷെയർ വെയർ ഇഷ്യൂ ടു ദ പബ്ലിക്. സോ 5000 ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 25, 30, എല്ലാത്തിനും 20 ആൻഡ് ബാലൻസ് ആഫ്റ്റർ 3 months. ഓക്കെ, ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, 3 months എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, നോക്കാം. അപ്ലിക്കേഷൻ ഫെയർ റിസീവ്ഡ് ഫോർ 4000 ഷെയർ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. 5000 കൊടുത്തു. എത്രേനെ നമുക്ക് കിട്ടിയുള്ളൂ? 4000 ഷെയറിന്. ഡിറക്ടേഴ്സ് മെയ്ഡ് ദി അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. All the money up to the allotment were duly received. At the time of the first call, a shareholder of 100 share did not pay the first call, but he paid it with the final call. Another shareholder who was allotted 150 share paid them in full. Show the necessary journal entries to record the above transactions and show the entries in the balance sheet. So ഇതാണ് question. ഓക്കെ, കുറച്ച് പോയിന്റ്സ് നമുക്ക് കൺഫ്യൂഷൻ പോലെ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. നമുക്ക് അറിയുന്നത് ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഓതറൈസ് ചെയ്തിരിക്കുന്നത് 8000 ഷെയർ ആണ്. ഇഷ്യൂ ചെയ്ത 5000, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത 4000. സോ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഷെയർ 4000 ഷെയർ. ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ കേസാണ്. ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറവാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് നമ്പർ ഓഫ് ഷെയർ 4000 എടുക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. 35 ഓൺ അപ്ലിക്കേഷൻ, 30 ഓൺ അലോട്ട്മെന്റ്, 20 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് ബാലൻസ്. ബാലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്മുടെ ഷെയറിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ ബാക്കിയാണ് 25 രൂപ. ഓക്കെ, സോ 25 ആയിരിക്കും നമ്മുടെ ഫൈനൽ കോളിൻ്റെ എമൗണ്ട്. അതും ഓക്കെ ആയി. പോയിന്റ്, ഫസ്റ്റ് കോൾ മെയ്ഡ് ചെയ്തപ്പോൾ കമ്പനി ഫസ്റ്റ് കോൾ അടക്കാൻ പറഞ്ഞ സമയത്ത് 100 ഷെയർ എടുത്ത ഒരാൾ ഫസ്റ്റ് കോൾ അടച്ചില്ല. ഓക്കെ, അപ്പോൾ 100 ഷെയറിന് ഇവിടെ എരിയർ ഉണ്ട്. ഇപ്പം എരിയർ ഉണ്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പം അയാൾ അത് അടച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ 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 അവിടെ വരെ നോക്കാം. അവിടെ വരെ നമുക്ക് ജേർണലൈസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമുക്ക് വായിക്കാം. ഓക്കെ, സോ ഈ ഒരു സംഭവം വെച്ച് നമ്മൾ ജേർണൽ എൻട്രി എഴുതി സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് ജേർണൽ എൻട്രീസ് ഞാൻ എഴുതിയിട്ട് വരാം. എൻട്രി ബാങ്ക് അക്കൗണ്ട് എൻ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ആണ്. സോ എടുക്കേണ്ട ഷെയർ 4000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി 25. സോ 1 lakh കിട്ടും. സോ ഇവിടെ 1 lakh, ഇവിടെ 1 lakh, ഇവിടെയും 1 lakh, ഇവിടെയും 1 lakh. സോ ഈ ആപ്ലിക്കേഷൻ്റെ കേസ് ഓക്കെ ആയി. ഇനി അലോട്ട്മെൻറ്റിലും വേറെ ഒരു പ്രോബ്ലവും ഇല്ല. സോ അലോട്ട്മെൻറ്റ് ഇസ് ഫോർ 4000 ഷെയർ ഓഫ് റുപ്പീസ്. അലോട്ട്മെൻറ്റ് മണി 30 ആണ് അല്ലേ. സോ ഇതും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 1,20,000 റൈറ്റ്. ഓക്കെ, 1,20,000, ഇവിടെയും 1,20,000, ഇവിടെയും 1,20,000, ഇവിടെയും 1,20,000. ഓക്കെ, നിങ്ങൾ എഴുതാം. ഇനി അടുത്തത്, ഇനി ഫസ്റ്റ് കോളിൻ്റെ എൻട്രി എഴുതേണ്ടത്. അതിനേക്കാളും മുന്നേ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന എൻട്രി ഞാനിവിടെ എഴുതാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാണ്ട് കാണേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഷെയർ 4000. എത്രയാണ് കിട്ടേണ്ടത്? 20. സോ 80,000 ആണ് നമ്മൾ വിളിച്ചത്, കമ്പനി കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കാം. അതിൽ ഓൾ മണീസ് അപ് ടു ദി അലോട്ട്മെൻറ്റ് വെയർ ഡ്യൂലി റിസീവ്ഡ് എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്തേ. അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? അലോട്ട്മെൻറ്റ് വരെ വേറൊരു പ്രോബ്ലവും ഇല്ല, എല്ലാം പെർഫെക്റ്റ്ലി നടന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് കോളിനെ പറ്റിയിട്ടുള്ളതാണ്. ഇനി വരുന്ന സെൻറ്റൻസുകൾ. അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോൾ എ ഷെയർ ഹോൾഡർ ഓഫ് 100 ഷെയർ ഡിഡ് നോട്ട് പേ ദി ഫസ്റ്റ് കോൾ. ഷെയർ ഹോൾഡർ 100 ഷെയറിൻ്റെത് അടച്ചില്ല. അപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് എത്രയാണ്? 80. 80 കിട്ടിയോ? ഇല്ല. എത്ര കുറഞ്ഞിട്ടാണ് കിട്ടിയത്?
100 ഷെയറുള്ള ആൾ കോൾ മണി അടച്ചില്ല. അപ്പോൾ 2000 കുറഞ്ഞ് എനിക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 70. ഫസ്റ്റ് കോളിൻ്റെ വകയിൽ എനിക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എനിക്ക് മീൻസ് കമ്പനിക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 78,000. ഞാൻ അതിവിടെ എഴുതുകയാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങനെയായിരിക്കും. അപ്പം ഫസ്റ്റ് കോള് നടത്തിയപ്പം എനിക്ക് ഫസ്റ്റ് കോളിൻ്റെ ഇതിൽ എനിക്ക് 78,000 കിട്ടി. 2,000 കോൾസ് ഇൻ എരിയറാണ്. കോൾസ് ഇൻ എരിയറിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ സെൻറ്റൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോൾ ബട്ട് ഹി പെയ്ഡ് ഇറ്റ് വിത്ത് ദി സെക്കൻഡ് കോൾ. അപ്പോൾ ഈ 2,000 രൂപ ഇയാൾ ഏത് കോളിൻ്റെ കൂടെ അടച്ചു? ഫൈനൽ കോളിൻ്റെ കൂടെ അടച്ചു. അപ്പോൾ ഞാൻ ഫൈനൽ കോളിൻ്റെ എൻട്രി എഴുതുമ്പോഴേ എനിക്കിത് നോക്കേണ്ട കാര്യമുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഞാനത് അവിടെ വെച്ചു. ഓക്കെ, വിത്ത് ഫൈനൽ കോൾ അനദർ ഷെയർ ഹോൾഡർ ഹൂ വാസ് അലോട്ടഡ് 150 ഷെയർ. വേറെ ഏതോ ഒരു ഷെയർ ഹോൾഡർ, അയാളുടെ കയ്യിൽ എത്ര ഷെയറാണുള്ള? 150 ഷെയർ. പെയ്ഡ് ദം അപ്പ് ഇൻ ഫുൾ. അപ്പോൾ അവർ ഫുള്ളായിട്ട് പേ ചെയ്തു. അതിൻ്റെ അർത്ഥം അലോട്ട്മെൻറ്റ് വരെ പ്രശ്നമില്ല. അപ്പോൾ ഫസ്റ്റ് കോൾ ചെയ്തപ്പം 150 ഷെയർ എടുത്ത ഒരാൾ ഫുള്ളായിട്ട് അടച്ചു. മീൻസ് ഇതാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അല്ലേ? ഫസ്റ്റ് കോൾ വിളിച്ചപ്പം ഇവിടെ 100ൻ്റെ എരിയർ വന്നു, അത് ഞങ്ങൾ എൻട്രി എഴുതി. ബട്ട് 150 ഷെയർ എടുത്ത ഒരാൾ ഫസ്റ്റ് കോളിൻ്റെ കൂടെ ഏത് പൈസ അടച്ചു? ഫൈനൽ കോളിൻ്റെ പൈസ. അപ്പം 150 × 25 എന്ന് പറയുമ്പോൾ 3,750 രൂപ എപ്പോൾ കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഫൈനൽ കോളിൻ്റെ പെർവ്യൂവിൽ കിട്ടിയിട്ടുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഞാൻ അത് എൻട്രിയിൽ എഴുതാൻ പോവാണ്. പെൻസിലോണ്ട് എഴുതാം, ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാം. അപ്പോൾ കിട്ടി എന്നാണ് പറയുന്നത്. ബാങ്ക് ഏത് കിട്ടി? ഫൈനൽ കോളിൻ്റെ പൈസയാണ് കിട്ടിയത്. ഓക്കെ, സോ ഫൈനൽ കോൾ എന്ന് എഴുതാൻ പറ്റില്ല, ബിക്കോസ് ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് എഴുതണം. എത്ര പൈസയാണ് കിട്ടിയത്? 150 ഷെയറിൻ്റെ 3,750 രൂപ. ഏത് സമയത്താണ് കിട്ടിയത്? ഫസ്റ്റ് കോൾ നടക്കുമ്പോഴാണ് കിട്ടിയത് അല്ലേ? ഫസ്റ്റ് കോൾ നടക്കുമ്പോഴല്ലേ കിട്ടിയത്. അപ്പോൾ എൻട്രി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല എഴുതുക, ഈ സാധനത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എഴുതുക. അപ്പോൾ ഓൾറെഡി ബാങ്കിൽ എത്ര കിട്ടി? ഫസ്റ്റ് കോൾ വകയിൽ എത്ര കിട്ടി? 78,000. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ പെർവ്യൂവിൽ എത്ര കിട്ടി? 3,750. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര കിട്ടിയിട്ടുണ്ടാവാം എന്നല്ല, കിട്ടി 81,750. ഫസ്റ്റ് കോളിൻ്റെ 78ഉം കോൾസ് ഇൻ അഡ്വാൻസ്, അതായത് ഫൈനൽ കോളിൻ്റെ 150 ഷെയറിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസും കിട്ടി. സോ ദിസ് ഈസ് യുവർ എൻട്രി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഫൈനൽ കോളിൻ്റെ എൻട്രി എഴുതാൻ പോവാണേ. അപ്പോൾ ഫൈനൽ കോളിൻ്റെ എൻട്രി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഈ സമയത്ത് 4,000 ഇൻറ്റു എത്രയുടെ 25 അല്ലേ? ഓക്കെ, 1 lakh ആണ്. സെക്കൻഡാ എന്താ പേര് എന്ന് വെച്ചാൽ അത് അതുപോലെ എഴുതണേ. സെക്കൻഡ് കോൾ എന്നാണെങ്കിൽ സെക്കൻഡ് കോൾ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കിട്ടുമ്പോൾ എൻട്രി. ഓക്കെ, കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ. ഇതിപ്പോൾ പെണ്ണുണ്ടാക്കി എഴുതിക്കോട്ടോ. ഇത് കോൾസ് ഇൻ അഡ്വാൻസ് ശരിയാണേ. ഓക്കെ, ടു ഷെയർ ഫൈനൽ കോൾ. 10,000 കിട്ടണം. 10,000 കിട്ടുമോ? ഇല്ല, ബിക്കോസ് ഓൾറെഡി എത്ര നമുക്ക് കിട്ടി? 3,750 കിട്ടി. അപ്പം 10,000 കിട്ടണം. 10,000 അല്ല, 1,00,000 കിട്ടണമായിരുന്നു. പക്ഷേ 1,00,000 കിട്ടാൻ പോകുന്നില്ല. എത്രയേ കിട്ടത്തുള്ളൂ? 1 lakh മൈനസ് കോൾസ് ഇൻ അഡ്വാൻസ്. 1,00,000 നിന്ന് 3,750 മൈനസ് ചെയ്ത 96,250 മാത്രമേ നമുക്ക് ഫൈനൽ കോൾ വകയിൽ കിട്ടുകയുള്ളൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 1 lakh കിട്ടുന്നത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ അത് തന്നെ എഴുതും. ഓക്കെ,
ഓക്കെ. പക്ഷേ ഇതാ നമ്മൾ ഫൈനൽ കോളിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച ഒരാൾ ഇവിടെ ഉണ്ട്. എന്താ പറയുന്നത്? ഈ പൈസ, ഏത് പൈസ? ഫസ്റ്റ് കോളിൽ എരിയറായ 2000 രൂപ ഫൈനൽ കോളിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ കോളിൻ്റെ കിട്ടുന്ന എൻട്രി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2000 രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട് ബാങ്കിൽ അല്ലേ? അങ്ങനെയല്ല അർത്ഥം. അതേത് വകയിലാണ് കിട്ടിയത്? സോറി, ഇവിടെ എഴുതാം. അതേത് വകയിലാണ് കിട്ടിയത്? ഫസ്റ്റ് കോളിൻ്റെ പൈസയാണത്. അപ്പോൾ ഇവിടെ ഞാൻ എന്തെഴുതും? ടു ഷെയർ ഫസ്റ്റ് കോൾ. ഓക്കെ. ഫസ്റ്റ് കോൾ കിട്ടുമ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഫൈനൽ കോൾ കിട്ടുമ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. അത് തന്നെയാണ് ഞാനിവിടെ എഴുതിയത്. വേറെ എൻട്രി ഒന്നും അല്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞു, ഇതെങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞു. ഓക്കെ, തീർന്നോ? ഇല്ല. ഇനിയോ? ഫൈനൽ കോൾ. ഇവിടെ ഒരു കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട്. അതിനെന്ത് ചെയ്യണം? ഒഴിവാക്കണം. ആ പൈസ ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇത് ഏതിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസാ? ഫൈനൽ കോളിൻ്റെ. അപ്പം ആ ഫൈനൽ കോളിൻ്റെ ഇതെല്ലാം പെന്നോണ്ട് എഴുതണേ. ഇത് ശരിയാണ്. ഞാൻ സ്വതവേ മായ്ക്കുന്ന കാര്യങ്ങളാണ് പെൻസിൽ കൊണ്ട് എഴുതൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഏതിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസ്? അത് ഫൈനൽ കോൾ 3750. ഓക്കെ, എൻട്രി തീർന്നോ? എൻട്രി തീർന്നു. ഇനി ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആണ്. ഇൻട്രസ്റ്റിൻ്റെ എൻട്രി പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇതിലെ സംഭവങ്ങളൊന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കോൾ എത്രയുണ്ട്? ഓക്കെ, ഏടാ ഡെബിറ്റിൽ 80,000. ഫസ്റ്റ് കോളിൽ എത്രയുണ്ട്? ക്രെഡിറ്റിൽ 78,000. ഇവിടെ ഡെബിറ്റിലാണുള്ളത്, ഇത് ക്രെഡിറ്റിലാണ്. ഇതാ ഞാനിവിടെ എഴുതാതെ ഇവിടെ ഒരു ടാലിയായി കാണിച്ചു തരാണ്. ഇവിടെ എഴുതുവാണേ. ഇവിടെ 80,000 ഉണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് 80,000 ഉണ്ട്. ഇത് 2ൻ്റെ ഭാഗം. ജസ്റ്റ് ഞാനിവിടെ എഴുതുന്നേ ഉള്ളൂ. 2ഉം ബൈയും അപ്പുറം ഇപ്പുറമെന്നൊന്നും നോക്കണ്ട. ഞാൻ ജസ്റ്റ് ടാലി ആകുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ മാത്രം. ടു ഫസ്റ്റ് കോൾ 78,000. വേറെ എവിടെയാണ് ഫസ്റ്റ് കോളുള്ള? ഇതാ 2000. സി, ഇപ്പോൾ ഇതിൽ 80 ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫുൾ പൈസ കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി ഞാൻ ഫൈനൽ കോൾ എടുത്ത് നോക്കുവാണ്. ഫൈനൽ കോൾ എവിടെ? 1 lakh ആണ്. അപ്പോൾ ഒരു സൈഡിൽ 1 lakh. ഓക്കെ, മറ്റേ സൈഡിൽ 2 ലാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് എഴുതിക്കോ. 96,250. ഓക്കെ, ഇനി എവിടെയെങ്കിലും ഫൈനൽ കോൾ ഉണ്ട്? അതാ അവിടെ ഒരു ഫൈനൽ കോൾ, ഇവിടെ ഒരു ഫൈനൽ കോൾ. എവിടെയുള്ള 2ൽ. അപ്പോൾ ഈ സൈഡിൽ 3750. ഇത് രണ്ടും 1 lakh കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എന്നാൽ ഗുണിച്ച് വെക്കിയാലോ അരിച്ച് വെക്കിയാലോ ഒരേപോലെന്ന് കേട്ടിട്ടില്ലേ? സോ ഇത് എങ്ങനെ ചെയ്താലും നമുക്ക് ആ ഒരു അക്കൗണ്ടിലുള്ള ബാലൻസ് കറക്റ്റ് ആയിരിക്കും. എൻട്രി ഒക്കെ എഴുതി കഴിയുമ്പം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുമ്പോൾ എൻട്രി അറിയാം, കൊടുക്കുമ്പോൾ എൻട്രി അറിയാം, കോൾസിൻ്റെ അഡ്വാൻസിൻ്റെ എല്ലാം അറിയാം. അപ്പം ഏതിൻ്റെ കൂടെ കിട്ടി, ഏതിൻ്റെ കൂടെ കൊടുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിനും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം, നിങ്ങൾക്കിത് മനസ്സിലായിനോ ഇല്ലയോ. കമൻറ്റ് ചെയ്യുന്ന കുട്ടികളെ പേര് പറഞ്ഞു: അശ്വതി, പിന്നെ അൽക്ക, പേര് വിട്ടുപോയി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പേര് പറയാം. സോ അവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. മീൻസ് അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് അപ്ലോഡ് ചെയ്യൂലേനു. അപ്പം അവർ ഓക്കെ ഗുഡ് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ ആണോ എന്ന് പറയണം. ഇനി നമുക്ക് തീർന്നിട്ടില്ലേ? ഇനി നമുക്ക് എന്തിൻ്റെ എൻട്രി വേണോടോ? എന്തിൻ്റെ എൻട്രിയാ? ഇൻട്രസ്റ്റിൻ്റെ എൻട്രി വേണം അല്ലേ? സോ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നോക്കാം. ഇൻട്രസ്റ്റ് കോൾസ് ഇൻ എരിയറിനും ഉണ്ട്, കോൾസ് ഇൻ അഡ്വാൻസിനും ഉണ്ട്. ഞാൻ ആദ്യം കോൾസ് ഇൻ എരിയറിനാണ് എഴുതുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് എഴുതുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ. ഇത് കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുക കേട്ടോ. റിസീവബിൾ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ എരിയർ എത്രയാണോ അത് എഴുതുക. ഇവിടെ 100 × 20 2000 ആണ് എരിയർ എമൗണ്ട്, അത് എഴുതുക. ഓക്കെ,
ഫസ്റ്റ് കോളിൻ്റെ ഡേറ്റ് തന്നിനോ നോക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഫസ്റ്റ് കോളിൻ്റെ ഡേറ്റ് തന്നിനോ? ഇല്ല, ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഫസ്റ്റ് കോളിലാണ് എരിയർ വന്നിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നത് ഫൈനൽ കോളിൻ്റെ കൂടെയാണ്. അപ്പോൾ എത്ര മാസം കഴിഞ്ഞിട്ട് ഫൈനൽ കോൾ വിളിച്ചതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോക്കിക്കോ. 25 on application, 30 on allotment, 21 first call and balance after 3 months. അപ്പോൾ 3 months കഴിഞ്ഞിട്ടാണ് ഈ എരിയർ എമൗണ്ട് കിട്ടിയത്. ഓക്കെ, ഡേറ്റ് തന്നിട്ടില്ല, ഇങ്ങനെയാണ് തന്നത്. അപ്പോൾ 3/12 എഴുതാം. ഇൻറ്റു പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ? ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ടേബിൾ എഫ് പ്രകാരം 10% കൂടരുത് എന്നല്ല പറയുക. അപ്പോൾ നമ്മൾ 10% എടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്കിവിടെ 50 കിട്ടും. ഓക്കെ, ഇനി ടെക്സ്റ്റ്. ഇനി ക്വസ്റ്റ്യനിൽ ഇത് കൊടുത്തിരുന്നു, ഇത് കിട്ടിയിരുന്നു, ഇതിങ്ങോട്ട് കിട്ടുക ചെയ്യുക, കോൾസിൻ എരിയർ ആണ്, ഇത് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എൻട്രി പാസ് ചെയ്യാം, കിട്ടുക ചെയ്യുക അല്ലേ. കോൾസിൻ എരിയറിന് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുക. അപ്പോൾ ടു ഷെയർ ഹോൾഡറിന് എഴുതണമായിരുന്നു 50-50. ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇത് നമ്മൾ അപ്പം തന്നെ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം? ഇയർ എൻഡിൽ PNL അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ടു PNL അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും എഴുതും. ബട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും എഴുതുന്നില്ല. ഇനി കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ എൻട്രി, ഇതിനെ നേരെ തിരിച്ചിടുന്ന എൻട്രി ആയിരിക്കും. സോ തിരിച്ചിടുക എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. കമ്പനിക്ക് ഇതൊരു എക്സ്പെൻസാണ്, കമ്പനി അങ്ങോട്ട് കൊടുക്കേണ്ട പൈസ കേട്ടോ ഇത്. ടു ഷെയർ ഹോൾഡർ. എന്നോട് തിരിഞ്ഞു പോയിനോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ്. ഇത് കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുക, ഇത് കമ്പനിക്ക് എക്സ്പെൻസ് ആണ്. ഓക്കെ, എന്നോട് ആ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് തിരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഹോൾഡർ. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാണെന്ന് നോക്കണം. 150 ഷെയർ 25 സോ 3750 ഇൻറ്റു ഹിയർ ഓൾസോ 3 മാസമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് കോളിൻ്റെ കൂടി കിട്ടി, എപ്പോൾ കിട്ടേണ്ട പൈസ? 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഫൈനൽ കോളിൻ്റെ പൈസ. സോ 3 months. ഡേറ്റ് വെച്ചിട്ടുള്ള കണക്കുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ടേബിൾ എഫ് പ്രകാരം ഇത് ഡോണ്ട് എക്സീഡ് 10% ആണെങ്കിൽ ഇവിടെ പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 12% ആണ്. സോ ഇൻറ്റു 12. ഇത് ചെയ്താൽ നമുക്ക് 112.5 കിട്ടും. ഇനി കോൾസ് ഇൻ അഡ്വാൻസിന് അങ്ങോട്ട് കൊടുത്തു എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, കൊടുത്തു, കയ്യിൽ നിന്ന് ക്യാഷ് പോകും, ഇപ്പോൾ ടു ബാങ്കാണ്, ആർക്കാണ് കൊടുക്കേണ്ട? ഷെയർ ഹോൾഡറിന്. സോ ഇതായിരിക്കും അതിൻ്റെ എൻട്രി. ഇത് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ PNL അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. PNL അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി PNL അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ബട്ട് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഈ 2 എൻട്രി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ ബാലൻസ് ഷീറ്റ് വരാനുണ്ട്. ബാലൻസ് ഷീറ്റിൽ കോൾസ് ഇൻ എരിയറൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ ബാലൻസ് ഷീറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ കാണിക്കാം. ഓക്കെ, നിങ്ങളത് നോക്കിയാൽ മതി. വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിന് കൂടെ ഈ എരിയറും പ്രീമിയം ഒക്കെ വരുന്ന വിധമുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ ഇല്ലുസ്ട്രേഷനിൽ വരുവാണെങ്കിൽ അവിടെ ഞാൻ ബാലൻസ് ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ വെരി താങ്ക് യു. ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളൊന്നുമല്ല. ഞാൻ ആദ്യം അൺലിസ്റ്റഡ് ആയിട്ട് വീഡിയോ ഇട്ട് എന്നെ അറിയുന്ന സ്റ്റുഡൻസിന് അറിയായിരിക്കും. പിന്നെ വേറെ കുറേ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പബ്ലിക്കായിട്ട് ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എനിവേ ഐ എം ഹാപ്പി. സോ താങ്ക് യു. ഓക്കെ.